ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ശംഖുപുഷ്പം കൊണ്ടുള്ള ഒരു സർബത്താണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ 50 ഗ്രാം ശംഖുപുഷ്പം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് സ്റ്റൗവിന്റെ മുകളിൽ ഇതുപോലൊരു പാത്രം വെച്ചു കൊടുക്കുക. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചെറുതായി ചൂടായി വന്നു കഴിയുമ്പോൾ നേരത്തെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരുന്ന ശംഖുപുഷ്പം ആ ഒരു വെള്ളത്തിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ശംഖുപുഷ്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കാരണം ശംഖുപുഷ്പത്തിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ ആയുർവേദപരമായ ഗുണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഒരു നിറവും ആ വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞിറങ്ങുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പം നല്ലതുപോലെ ആ ശംഖുപുഷ്പത്തിന്റെ നിറങ്ങളെല്ലാം ആ വെള്ളത്തിനകത്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഒപ്പം ആയുർവേദപരമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അതിനോടൊപ്പം തന്നെ അതിനകത്ത് ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് എടുത്ത് ഇതുപോലെ ഒരു കപ്പിനകത്ത് ഒന്ന് അരിച്ച് നമുക്കൊന്ന് ഒഴിച്ചു വെക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതൊന്ന് കാണാം. അതിനുവേണ്ടി ഇതുപോലെ വീണ്ടും സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിന്റെ ജ്യൂസും കൂടെ അതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ശംഖുപുഷ്പത്തിന്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നിർത്താതെ വേണം ഇളക്കി കൊടുക്കേണ്ടത്. കാരണം ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. കാരണം ഇത് നേരിട്ടല്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. തണുത്ത ഐസ് വെള്ളത്തിനകത്തോ അല്ലെങ്കിൽ തണുത്ത സോഡയ്ക്കകത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, അപ്പൊ ഇതുപോലെ തന്നെ ഇളക്കി നമ്മൾ സാധാരണ കടകളിലൊക്കെ കാണുന്ന സർബത്തിന്റെ ആ ഒരു കൊഴുപ്പോട് കൂടി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് മുതൽ ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ സർബത്ത് റെഡിയായി കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇപ്പൊ തന്നെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് കൂടുതൽ കുറുകി പോകാൻ നോക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സർബത്തായിട്ട് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. ഇപ്പൊ അതിന്റെ ആ ഒരു കറക്റ്റ് രീതിയിൽ ഇപ്പൊ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അധിക സമയമൊന്നും നമുക്കിത് സ്റ്റൗവിൽ വെക്കേണ്ട കാര്യമില്ല. കാരണം ഇനിയും കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിറത്തിനും വ്യത്യാസം വരും. അതുപോലെ തന്നെ അതങ്ങ് കട്ടിയായി പോകും. അതുകൊണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു വെക്കുക. ഞാനിവിടെ ഒരു കുപ്പി ഗ്ലാസിന്റെ ആ ഒരു കപ്പിനകത്താണ് ഒഴിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈർപ്പവും ഇല്ലാത്ത ഒരു കുപ്പി ഗ്ലാസിനകത്ത് ഒഴിച്ച് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അതായത് നമുക്കിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന് ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങ നീര് വേണം. അതിനോടൊപ്പം തന്നെ ഇഞ്ചി നീരുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഏകദേശം ഒരു അരഭാഗത്തോളം നമുക്ക് ശംഖുപുഷ്പത്തിന്റെ സർബത്ത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 നാരങ്ങ നീര് ആണ് എടുത്തിരിക്കുന്നത്. അത് 2 ഗ്ലാസിനകത്തേക്ക് നമുക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണ്ട, കാരണം അധികം പുളിയാകേണ്ട കാര്യമില്ല. ഇതൊരു നേരിയ പുളി മാത്രം മതി. ഇപ്പൊ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സർബത്താണ് ചേർത്ത് കൊടുക്കുന്നത്. സർബത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്ത് നല്ല തണുത്ത സോഡ, അതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സോഡ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇതിന്റെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആയുർവേദപരമായിട്ട് വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള ഒരു ഔഷധ പൂവാണ് ശംഖുപുഷ്പത്തിന്റെ പൂവ്. പല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വളരെയേറെ ഉത്തമമാണ്. അതുകൊണ്ട് നിങ്ങൾ